നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രവും കൂടെ സംസാരിക്കണ സമയത്ത് വിക്രം വേദയോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ അനിയൻകുട്ടനും ഭേദവും. ആ സമയത്ത് നമുക്ക് നാട്ടിലേക്ക് തിരികെ പോകാം. തിരികെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിരപരാധിയാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. അത് മാത്രല്ല, അനിയൻകുട്ടൻ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വരുണിന്റെ കൊലപാതകത്തിന്റെ പിന്നിലും പുളിക്കന്റെ കൊലപാതകത്തിന്റെ പിന്നിലും ആരാന്നുള്ള കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു. ശരിയാ വിക്രം, പക്ഷെ എങ്ങനെ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വേദയെ. വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ദിവസങ്ങളായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇതുവരെയായിട്ടും അനിയൻകുട്ടന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒത്തിരി മാറ്റങ്ങളിലും ചെറിയ രീതിയിലുള്ള മാറ്റമുള്ളൂ, പക്ഷെ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പോ എന്ന് ഭേദമാകുന്നോ, എന്ന് തിരികെ പോകാൻ പറ്റുമെന്നോ അറിയത്തില്ല. എത്ര കാലം ഇങ്ങനെ ഒളിവിൽ കഴിയാൻ പറ്റും. ഇപ്പൊ തൽക്കാലത്തേക്ക് ജോബി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ രക്ഷപ്പെട്ടിട്ട് പോകണമെന്നില്ല. ജോബിക്ക് വൈരാഗ്യം ഏറി കാണുമായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് വിനയാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ വന്നുകൊണ്ട് പിന്നെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് പറ്റി എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം മേരി വേദയെ കൂട്ടി ജോലിക്ക് വന്നിട്ട് വരുവാണ്. ഗീവർഗീസും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീവർഗീസും വേദയോട് പറഞ്ഞു, സംഭവിച്ചു വന്നിരിക്കുന്നു കേട്ടോ. ഇത്ര നാളായി ഇവളൊക്കെ ഇവിടെ ജോലിക്ക് പോകുന്നേ, പക്ഷെ ഇന്ന് വരെ ഈ പറയുന്ന ഇവൾക്കൊന്നും മനസ്സിലായിട്ടില്ല അയാൾ പറ്റിക്കുക എന്നുള്ള കാര്യം. വേദ പറഞ്ഞു, അത് പിന്നെ ഇവർക്ക് അതിനുള്ള അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലേ എന്ന് ചോദിച്ചു. കാര്യം അഫിഡവിറ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് അവർക്കറിയില്ല അതെന്തിനു വേണ്ടി എന്താ എങ്ങനെയാന്നൊക്കെ. അവർക്ക് കിട്ടുന്ന സാലറി അവർ മേടിക്കുന്നു, അല്ലാതെ ഈ പറയുന്ന പ്ലാന്റേഷൻ മാനേജർ പറ്റിക്കുന്നൊക്കെ അവരാരും ചിന്തിക്കുന്ന പോലുമില്ല. ഗീവർഗീസ് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ദൈവമായിരിക്കും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. മേരി പറഞ്ഞു, അത് ശരിയാ, എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് വേദ. ഞാൻ ആകെ ഒന്ന് ഭയന്ന് പോയായിരുന്നു ആദ്യം. കാരണം SI വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, അല്ല അതിനകത്തൊക്കെ എന്തേലും സത്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പം വേദയും വിക്രവും പരസ്പരം നോക്കി. പിന്നീട് വേദ പറഞ്ഞു, അതെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സത്യമാണെന്നൊന്നും ഇല്ല മേരി ചേച്ചി. അത് ശരിയാ വേദേ, അതങ്ങനെ തന്നെയാ. ഞാനും ഒരു നോവലിനകത്ത് വായിച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ടുപേരും ഒളിച്ചു വന്ന് താമസിക്കുന്നതൊക്കെ. പ്രകാശം വാഗത്താനത്തിന്റെ നോവലിനകത്താണ്. അപ്പോഴേക്കും ഗീവർഗീസ് പറഞ്ഞു, ഇവൾക്ക് എന്ത് പറഞ്ഞാലും ഒരു പ്രകാശം വാഗത്താനും ഒരു നോവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചെന്ന് എത്തിയിരിക്കുന്ന നോവലിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ചിരിച്ചോട്ട് പറഞ്ഞു, എങ്കിൽ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ആ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല ഇനിയിപ്പം നിനക്ക് പുതിയ മാനേജർ ആയിരിക്കൂലേ? അതെ അതെ, പുതിയ മാനേജറാ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ആരാ എന്താണെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വിക്രത്തിനെ കൂട്ടി ഗീവർഗീസ് പള്ളിയിലേക്ക് പോകണം. അപ്പൊ പള്ളിയിൽ എവിടെയാണ്, പറമ്പിലാണ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വിക്രത്തിന്. അപ്പൊ വിക്രം അന്നൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. അപ്പൊ അനിയൻകുട്ടനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവർ പറമ്പിൽ പണിയുന്നത്. അങ്ങനെ പതിവ് പോലെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ അനിയൻകുട്ടൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അനിയൻകുട്ടൻ അനങ്ങാൻ നിൽക്കും. ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കത്തില്ല. അല്ലെങ്കിലോ എന്നെ അവർ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിന് പിച്ചും പോയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അതിനൊക്കെ കുറച്ചൊരു മാറ്റം വന്നായിരുന്നു. അനിയൻകുട്ടനെ തലയെ കൈവച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇപ്പം വിക്രം അച്ഛനോട്, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ വിക്രം? വിക്രത്തിന് എന്ത് വേണമല്ലോ എന്നോട് പറയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിലാണ് വിക്രം പറയുന്നത്, എത്രയും പെട്ടെന്ന് അനിയൻകുട്ടന് ഭേദമാണോ വെച്ചോ, എങ്കിൽ മാത്രമേ എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ ഇവന് ഭേദമാകും. ഇവന് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് തിരികെ പോകാന്ന് പറഞ്ഞു. വിക്രത്തിന് നിരപരാധിത്വം ഒക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞു. അച്ഛോ ഇനി എത്ര കാലം വേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും അറിയാവോ? ഞങ്ങൾ വല്ല ഹോസ്പിറ്റലും കൊണ്ട് കാണിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ജോർജ് സൈക്കാട്രിസ്റ്റിനെ കുറിച്ച്. പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് എന്നെ കാണാനായിട്ട് ഇവിടെ വരുന്ന, പള്ളിമഴ വരുന്ന. അങ്ങനെയാണെങ്കിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പൊ ഒന്ന് വന്ന് കണ്ടാൽ മതി. ഇത് മനസ്സിനേറ്റ ഒരു പ്രശ്നമല്ലേ, അതെന്താണ് ഒരു പേടി കിട്ടിയിരിക്കുന്ന, അത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വിക്രത്തെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന്റെ ഒരു ആശ്വാസമായി. പിന്നീട് വിക്രം പറഞ്ഞു, അച്ഛനറിയാലോ ഒരു പക്ഷെ ആ പ്ലാന്റേഷൻ മാനേജർ ജോബി വെറുതെ ഇരിക്കില്ല, അയാൾ ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ തിരിയാനായിട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളത്. പിന്നെ വേദയുണ്ടല്ലോ, അവൾ ആള് ധൈര്യശാലിയാന്ന് പറഞ്ഞു.
അവളെ പോലൊരു പെങ്കൊച്ച് ഈ തോട്ടത്തിൽ വന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോലും ഈ സത്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടുന്ന ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നണമെന്നൊക്കെ അച്ഛന് വിക്രത്തോടും പറയുന്നുണ്ട്. ഈ സമയത്ത് തോട്ടത്തിലേക്ക് ചെല്ലുവാണ് മേരിയും വേദയും കൂടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ വന്നങ്ങോട്ട്. പണി തുടങ്ങുന്ന സമയമാകുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയം ഒരു ചേച്ചി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പഴയതുപോലെ തന്നെ ഇവിടെ തുടരുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. മേരി പറഞ്ഞു, ഇന്നലെ നിങ്ങൾ എന്നിട്ട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ, ഞങ്ങളെ ജോലി പോയി അതാ ഇതാ, ഞങ്ങൾ എങ്ങനെയാലും ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ മേരി അപ്പോഴത്തെ ആ സങ്കടത്തിലും ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞ. അല്ല അതിപ്പോൾ ആരാണെങ്കിലും ശരി, ആ സമയത്ത് അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുള്ളൂ. ഒരാളെ കൊന്നിട്ട് വന്നിരിക്കുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകത്തില്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയണ്ട, നീക്ക് എല്ലാവർക്കും ഇത്രയും കാലം മുടങ്ങിക്കിടന്ന പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചേച്ചി പറഞ്ഞു, അത് ശരിയാ, അത് ഈ മോള് കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല, അതിനുള്ള പുണ്യം എന്താണെങ്കിലും ഈ മോൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മേരി പറഞ്ഞു, അതെ പുണ്യം നിങ്ങൾ കൊടുത്തില്ലേലും വേണ്ടത്തില്ല, പക്ഷെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഒരു നിമിഷം നിങ്ങളെല്ലാവരും കൂടെ അടഞ്ഞില്ലേ, എന്തോ ഒരു വേദ ഭയങ്കര തെറ്റ് എന്നുള്ള രീതിയിൽ, ഇനി അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, നിങ്ങളുടെ അവകാശമായിരുന്നു നിങ്ങളുടെ ആ കൂലി നിങ്ങൾക്ക് കിട്ടാന്നുള്ളേ, അത് നിങ്ങൾ അറിയാതെ പോയി നിങ്ങൾക്ക് എത്ര കൂലി ഉണ്ടെന്ന് പോലും. ഇനിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം നോക്കിയും കണ്ടും വായിച്ചറിഞ്ഞതിനും ശേഷം മാത്രം ഒപ്പിടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മേരി പറഞ്ഞു, ഇന്നേ പുതിയ പ്ലാന്റേഷൻ മാനേജർ വരുമല്ലേ വേദന ചോദിച്ചു. ആണോ, അതെ പ്ലാന്റേഷൻ മാനേജർ ഇന്ന് പുതിയതായിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, പതിവ് പോലെ തന്നെ അവരുടെ പതിവ് സമയത്ത് ജോലിയും കാര്യങ്ങളൊക്കെ തുടരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാർ വന്ന് നിന്നു. കാറിനകത്തുനിന്ന് പുതിയ പ്ലാന്റേഷൻ മാനേജർ ഇറങ്ങി അങ്ങനെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ വേദ ഇങ്ങനെ അയാളെ തന്നെ ഇങ്ങനെ നോക്കണം. പെട്ടെന്ന് ഒരു നിമിഷം വേദ ആലോചിച്ചു, ഇയാളെ എവിടെയോ നല്ലൊരു കണ്ടുപിടിച്ചുണ്ടല്ലോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലേക്ക്. അപ്പോഴാണ് ആ കാര്യം വരുന്നത്. സന്തോഷ് സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണ സമയത്താണ് സന്തോഷിനെ ആദ്യമായിട്ട് കാണുന്നത് പോലും. അന്നാണ് വിക്രം തന്റെ കഴുത്തിലും ബലമായിട്ട് താലി ചാർത്തിയത്. അതൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ മിന്നിമായുമാണ്. ഈ സമയം സന്തോഷം കൂടെ വന്നിട്ട് പറഞ്ഞു, ഞാനേ കമ്പനിയുടെ പുതിയ മാനേജറായിട്ട് ചാർജ് എടുക്കാൻ വന്നിരിക്കുന്ന, പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന പണം, കാരണം പ്ലാന്റേഷൻ മാനേജർ ജോബി അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പണം 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുടിശ്ശിക ചേർത്ത് തരുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ കൂടിയിരുന്ന ചേച്ചിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേരി പറഞ്ഞു, വളരെ ഉപകാരമുണ്ട് സാറെന്ന് പറഞ്ഞു. നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അതെ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു, ഞാനതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മേരി പറഞ്ഞു, ദേ ഈ വേദ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് വേദയെ സ്ഥിതിക്കുന്ന സന്തോഷം ഇങ്ങനെയൊന്ന് ആലോചിച്ചു. എവിടെയോ കണ്ടു മറന്നൊരു പരിചയമുള്ള മുഖമാണല്ലോ, എവിടെയാന്ന് ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. വേദയ്ക്ക് ആളെ മനസ്സിലായി, ആരാ എന്താ ഏതാന്നൊക്കെ. പക്ഷെ വേദ ഞെട്ടിപ്പോയത് ആ കാര്യത്തിലായിരുന്നില്ല. വരുന്ന സമയത്ത് സ്റ്റിക്കൊക്കെ കുത്തി ഇങ്ങനെ ചട്ടിച്ചട്ടിയാ വരുന്നത്. അപ്പൊ കാലിന് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീടാണ് വേദ ആ കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ല സാറിന്റെ കാലിന് എന്തോ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം അയാൾ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അയാളൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം അയാൾക്കെന്തോ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാണ്ട് ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. ഈ സമയത്ത് വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അന്നാണ് അവസാനമായിട്ട് സന്തോഷിനെ കാണുന്നത്. അന്ന് വിക്രവും അനിയൻകുട്ടൻ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അയാളെ പിടിച്ചോണ്ട് പോയത്. ഒരു പക്ഷെ ആ സംഭവത്തോട് കൂടിയിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു ചിന്ത വേദയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഒരു വിധത്തിലാണ് അന്ന് വേദ വൈകുന്നേരം വരെ അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വിക്രം വരാൻ വേണ്ടി കാത്തിരുന്നു. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ സന്തോഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ അയാളെ കണ്ടെന്നൊക്കെ. ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി. വിക്രം അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അത് സന്തോഷ് ഇവിടെ മാനേജറായിട്ട് വരുമെന്നും വീണ്ടും കാണേണ്ട വരുമെന്നൊക്കെ. പിന്നീട് വേദ ചോദിക്കുന്നുണ്ട്, ശരിക്കും സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചേ? നിങ്ങൾ ആ പെൺകുട്ടിയെ സന്തോഷിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ അയാൾ ഉപദ്രവിച്ചോ, എന്താ എങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിക്രത്തിനും അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ അവരാരെങ്കിലും ചേർന്നിട്ട് ഇനിയിപ്പോൾ സന്തോഷിന്റെ കാല് തല്ലി ഓടിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണോ സന്തോഷിന് ഈ ചട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.